എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ്. ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ ബാക്ടീരിയകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അത് ചിലപ്പോൾ നല്ല ബാക്ടീരിയയുടെ എണ്ണം കുറയുന്നതും ഉണ്ടായിരിക്കാം, ചീത്ത ബാക്ടീരിയയുടെ എണ്ണം കൂടുന്നതുകൊണ്ടായിരിക്കാം. ഒരു ഉദാഹരണത്തിന് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അത് എല്ലാവരുടെയും ആമാശയത്തിലുള്ള ഒരു ബാക്ടീരിയയാണ് ഈ എച്ച് പൈലോറി. പക്ഷേ ഈ എച്ച് പൈലോറിയിൽ ഉണ്ടാകുന്ന വർധനവ്, അതിൻ്റെ നമ്പേഴ്സിലുണ്ടാകുന്ന വർധനവാണ് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാക്ടീരിയയിൽ ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് ആയിരിക്കാം, അമിതമായിട്ട് സ്ട്രെസ്സും ടെൻഷനും എടുക്കുന്നതായിരിക്കാം, പഞ്ചസാര ഒരുപാട് ഡയറ്റിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ കാരണം. ബാക്ടീരിയൽ ഡിസ്ബയോസിസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. അതേപോലെ തന്നെ ഈ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ലിവർ, നമ്മുടെ കരളിൻ്റെ ആരോഗ്യവും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ലിവർ ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഈ റിലേഷൻ, ഈ ഗട്ട് ലിവർ റിലേഷൻ എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതായത് നമ്മൾ ഭക്ഷണം ആമാശയത്തിൽ എത്തിയതിന് ശേഷം ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് സ്റ്റൊമക് ആസിഡാണ്. അതുപോലെ തന്നെ ഈ ഭക്ഷണം സ്റ്റൊമക്കിൽ നിന്ന് ദഹിച്ചതിന് ശേഷം ഇത് നമ്മുടെ ചെറുകുടലിലേക്ക്, ഇൻറ്റസ്റ്റൈനിലേക്ക് തള്ളപ്പെടും. ഈ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് വീണ്ടും ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സ്, ഈ ദഹന പ്രക്രിയ നടക്കാനുണ്ട്. ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഈ ദഹന പ്രക്രിയ ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ടും നമ്മുടെ ബൈലാണ്. അതായത് ലിവർ എന്ന് പറയുന്ന, നമ്മുടെ കരൾ എന്ന് പറയുന്ന ഓർഗൻ്റെ അകത്തു നിന്നും ഉണ്ടാക്കി ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ഫുഡ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്ന സിഗ്നൽസിനനുസരിച്ചിട്ട് ഗോൾ ബ്ലാഡറിൽ നിന്നും ഈ ബൈല്, പിത്തം ഇൻറ്റസ്റ്റൈനിലേക്ക് ഇവിടത്തേക്ക് വരും. എന്നിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ബൈലാണ്. സോ ബൈലിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റ് ഡൈജഷനാണ്, കൊഴുപ്പ് ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാൻ ബൈല് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ചലനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനും ബൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബൈല് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ, ബൈല് കറക്റ്റായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആക്ച്വലി ഈ ബൈലൊരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന ചിലപ്പോൾ ചില ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, സ്റ്റൊമക്കിൽ നിന്നും ദഹിക്കാതെ വരുന്ന എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഈ കുടലിൽ വെച്ചിട്ട് ആ ഇൻഫെക്ഷനെ ക്ലിയർ ചെയ്യുന്നത് ബൈലിൻ്റെ സഹായത്തോടു കൂടിയാണ്. സോ ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കാണ് ബൈൽ. സോ ഈ പറഞ്ഞ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ബൈല് പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടത്തില്ല. അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കറക്റ്റായിട്ട് ബൈലിൻ്റെ ആക്ഷൻ ലഭിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒരുപാട് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബ്ലോട്ടിങ്, ബേർപ്പിംഗ്, ഒരുപാട് ഏമ്പക്കം വരുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. കാരണം ചെറുകുടലിൽ വെച്ചിട്ടാണുള്ള ഭക്ഷണം അബ്സോർബ് ചെയ്യേണ്ടത്. ആ ഭാഗത്ത് ബൈല് കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നില്ല, ദഹനം നടന്നിട്ടില്ലെങ്കിൽ പല ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല വയറ്റിൽ നിന്ന്, നമ്മുടെ കുടലിൽ നിന്നും. അങ്ങനെ ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് സ്റ്റാർട്ടായി തുടങ്ങും ബൈലിൻ്റെ സെക്രീഷൻ കറക്റ്റായിട്ട് ഇൻറ്റസ്റ്റൈനിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ. സോ ബൈൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ളൊരു മേജറായിട്ടുള്ളൊരു കാരണമാണ്. സോ നമ്മുടെ ലിവർ ഹെൽത്ത് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിൻ്റെ ഹെൽത്ത് എഫക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അങ്ങനെ ചില സമയത്ത് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ. സീബോ എന്ന് പറയും, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. ഇങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ഫംഗൽ ഓവർ ഗ്രോത്ത് പോലുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ് സോറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസ്, എക്സിമ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇങ്ങനെയുള്ള പല അസുഖങ്ങളിലേക്കും മെയിനായിട്ട് ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നൊരു ഡാമേജ് കാരണമാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ദഹന പ്രശ്നങ്ങൾ കാരണം ഫ്യൂച്ചറിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാനുള്ളൊരു മെയിൻ റീസണായി മാറുന്നത്. സോ ലിവർ ഹെൽത്തി ആക്കി വെക്കാനും അതുപോലെ തന്നെ ബൈലിൻ്റെ സെക്രീഷൻ ആക്ടിവേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെയും സപ്ലിമെൻറ്റിനെയും കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ജിഞ്ചർ, ഇഞ്ചി. നമുക്കറിയാം ജിഞ്ചർ നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഭക്ഷണമാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലിവറിൽ നിന്നും ബൈല് സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ജിഞ്ചർ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ചെറുകുടലിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ റിമൂവ് ചെയ്യാനും ജിഞ്ചർ വളരെ എഫക്റ്റീവാണ്.
കൂടാതെ ജിഞ്ചർ ഒരു പ്രോ കൈനറ്റിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിസ്റ്റാൾസിസ്, കുടലിൻ്റെ ചലനങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനും ജിഞ്ചർ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ സിവിയർ ഗ്യാസ് ബ്ലോട്ടിംഗ് ഉള്ളവർ ഭക്ഷണത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഒരു ടീസ്പൂൺ ജിഞ്ചർ ജ്യൂസ് കഴിക്കുന്നത് ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാനും ജിഞ്ചറിൻ്റെ യൂസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനെഗർ. ആപ്പിൾ സിഡർ വിനെഗറും ഈ പറഞ്ഞ പോലെ നല്ലൊരു ബൈൽ സ്റ്റിമുലൻ്റ് ആണ്. ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ 2 ഗ്ലാസ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഭക്ഷണത്തിന് മേ ബി ഒരു അരമണിക്കൂർ മുമ്പൊക്കെ കഴിക്കുന്നത്, സിപ്പായിട്ട് കഴിക്കുന്നത് ഈ പറഞ്ഞ ബൈൽ സെക്രീഷനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ലിവർ ഡീടോക്സ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ വളരെ കുറവ് അസിഡിറ്റി ഉള്ളവർ, ലോ സ്റ്റൊമക് ആസിഡ്, ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ അഗ്നിമാന്ദ്യം എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളവർക്കൊക്കെ ആസിഡ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഡ്രിങ്കാണ് ആപ്പിൾ സിഡർ വിനെഗർ. ഡൈല്യൂട്ട് ചെയ്യുന്നത് 2 ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു പുളിപ്പ്, അതുപോലെ തന്നെ വായിലുണ്ടാകുന്ന ഒരു പുളിരസമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സോ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ 2 ഗ്ലാസ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുന്നത് ബൈൽ സെക്രീറ്റ് ചെയ്യാനും ലിവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ലിവർ ഡീടോക്സ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി മൂന്നാമത്തത് ആർട്ടിച്ചോക്ക് എന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ്. വളരെ ന്യൂട്രീഷണൽ വാല്യൂ, ഹൈ ഫൈബർ, നല്ലൊരു പ്രീബയോട്ടിക് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ഈ ആർട്ടിച്ചോക്ക്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറവാണ് ഈ ആർട്ടിച്ചോക്ക് എന്ന് പറയുന്ന വെജിറ്റബിൾ. പക്ഷേ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ ധാരാളം ഓൺലൈനിലും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഈ ആർട്ടിച്ചോക്കും ഈ പറഞ്ഞ പോലെ ലിവർ ഹെൽത്തിന് അല്ലെങ്കിൽ ബൈൽ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി, ബൈൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ എക്സ്ട്രാക്റ്റ് ആണ് ആർട്ടിച്ചോക്ക്. സോ മേ ബി ഒരു 200 mg മുതൽ 500 mg വരെയുള്ള ആർട്ടിച്ചോക്ക് എക്സ്ട്രാക്റ്റ് ഡയറ്റിൻ്റെ കൂടെ ഒരു സപ്ലിമെൻറ്റ് ഫോമായിട്ട് ഉൾപ്പെടുത്തുന്നത് ബൈൽ സെക്രീഷൻ ഹെൽപ്ഫുള്ളാണ്. ലിവർ ഡീടോക്സ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ലിവർ ഹെൽത്ത് കാരണം ഉണ്ടാകുന്ന ഡൈജസ്റ്റീവ് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ആർട്ടിച്ചോക്ക് പോലുള്ള സപ്ലിമെൻറ്റ്സ് മേ ബി ഒരു മാസത്തേക്കൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മെയിനായിട്ടും ഗട്ട് ബാക്ടീരിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലിവറിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ബൈൽ എന്ന് പറയുന്നത്, അതായത് പിത്തം എന്ന് പറയുന്ന മോളിക്യൂൾ. സോ ലിവർ ഹെൽത്തും ഗോൾ ബ്ലാഡർ ഹെൽത്തും ഡൈജസ്റ്റീവ് ഇഷ്യൂസിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലിവർ ഹെൽത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മഞ്ഞൾ, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറ്റിൽ കൂടുതൽ ആഡ് ചെയ്യുന്നതും നമ്മുടെ ഈ ഒരു ബൈൽ സെക്രീഷനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. സോ ലിവർ ഹെൽത്ത് എഫക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് എഫക്റ്റ് ചെയ്യും. കുടലിൻ്റെ ആരോഗ്യം വേഴ്സ് ആയിക്കഴിഞ്ഞാൽ അത് മേ ബി ബാക്ടീരിയൽ ഗ്രോത്തും അങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണം വീണ്ടും ലിവറിനെ അത് വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഈ പറഞ്ഞ ഡയറ്ററി ചേഞ്ചസും സപ്ലിമെൻറ്റ്സും ഒക്കെ നാച്ചുറലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലിവർ അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.